നമ്മുടെ സൂമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനം. ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2025 മെയ് മാസം 24-ാം തീയതി കോട്ടയത്ത് ആരംഭിച്ചു. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ചുവടുകളിലും നമുക്കൊപ്പം അണിനിരുന്ന നമുക്കൊപ്പം പ്രവർത്തിച്ച എല്ലാ ലീഡേഴ്സിനും എല്ലാ പ്രവർത്തകർക്കും വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ഒക്കെ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നത്തെ ബൈബൽ എന്ന കമ്പനിയുടെ അവസ്ഥയ്ക്ക് കമ്പനിയുടെ വളർച്ചയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടായവരാണ്. അതിൽ നമ്മൾ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ട് നമ്മൾ ഇന്നൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഇ കൊമേഴ്സ് എന്ന സംരംഭത്തിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള ചില വശങ്ങൾ സംസാരിക്കുന്നതിനും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതിനും ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ സമൂഹത്തിന് എത്ര ഗുണകരമാകും എന്ന് ഉള്ള ഒരു ഡിസ്കഷനും അതേപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അത് നമുക്ക് എല്ലാ ലീഡേഴ്സിനെയും കമ്പനിയുടെ എല്ലാ ലീഡേഴ്സിനെയും വിളിക്കാൻ സാധിച്ചില്ല. കാരണം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുകളെ, അതായത് ഏറ്റവും ദൂരം കുറച്ച് എത്തിച്ചേരാൻ സാധിക്കുന്ന ആളുകളെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് എന്ന നിലയ്ക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഇനിയും ഇതിന്റെ തുടർച്ചയായി പല മീറ്റിങ്ങുകളും ഇനിയിപ്പോൾ ആരംഭിക്കുന്നതാണ്. അതേപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും, അതായത് വീക്കിലി വൺസ് എന്ന നിലയിൽ നമ്മുടെ കമ്പനിയിൽ തന്നെ ഇതിന്റെ ട്രെയിനിങ് സെക്ഷനുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പരിചയപ്പെടുത്തലുകളും അതേപോലെ തന്നെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ ഓരോ പ്രൊഡക്റ്റും എന്തിനു വേണ്ടി നാം യൂസ് ചെയ്യേണ്ട ഫുഡ് സപ്ലിമെന്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിനും, നമ്മളൊരു മെഡിക്കൽ ഐറ്റംസ് ഒന്നും മെഡിസിൻ ഐറ്റംസ് ഒന്നുമല്ല നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് വേണ്ട ഫുഡ് സപ്ലിമെന്റ്സ് മാത്രവും അതേപോലെ ടെക്സ്റ്റൈൽസ്, സ്പൈസസ്, അങ്ങനെ കമ്പനി വിവിധ മേഖലകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ പ്രൊഡക്റ്റുകളൊക്കെ കാണുകയും പരിചയപ്പെടുകയും വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് വാങ്ങാനുള്ള അവസരവുമാണ് നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ കോട്ടയത്തെ ഓഫീസിൽ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു ഇന്ന് നടന്നത്. അതിൽ പങ്കെടുത്ത എല്ലാവരും ഹാപ്പിയാണ്. അതേപോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. കാരണം നമ്മുടെ സിസ്റ്റത്തെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള സജഷൻസ്, അതേപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും വേണ്ട അവരുടേതായ നിർദ്ദേശങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിനും മനസ്സിലാക്കുന്നതിനും അവസരങ്ങളാണ് നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും. അപ്പൊ ഈ മീറ്റിങ്ങുകളിലേക്ക്, തുടർന്നുള്ള മീറ്റിങ്ങുകളിലേക്ക് നമ്മൾ ദൂരപരിധിക്ക് അനുസരിച്ച് ഓരോ ഗ്രൂപ്പുകളായിട്ട്, ഓരോ ബാച്ചുകളായിട്ട്, ഓരോ ലീഡേഴ്സിന്റെയും സൗകര്യാർത്ഥം, ഓരോ കസ്റ്റമേഴ്സിന്റെയും സൗകര്യാർത്ഥം നമ്മൾ പുതിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ക്രമീകരിക്കുന്നതായിരിക്കും. അതിലേക്ക് എല്ലാവരെയും അതാത് സമയത്ത് നമ്മുടെ ടീമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ ഇന്ന് കേവലം നമുക്ക് ഒരു 35 പേരുടെ പ്രോഗ്രാമാണ് നമ്മൾ ക്രമീകരിച്ചത്. അത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് രാജു സാറിന്റെ വാക്കുകളിൽ നിന്ന് നമുക്കൊരു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തരും എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ ഉൾക്കൊണ്ടു എന്നതിനെയാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ബൈബൽ എന്ന കമ്പനി എന്താണ്, അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, അതായത് നമ്മളുടെ ഓരോ സാഹചര്യങ്ങളിലൂടെയും നമ്മൾ പബ്ലിക്കിലേക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെന്ന് വ്യക്തതയോടെ ബോധ്യപ്പെടുത്തുന്നതിനും അതിന്റെ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ബിസിനസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ പറ്റി മനസ്സിലാക്കി കൊടുക്കുന്നതിനുമൊക്കെ നമുക്ക് ഇന്നത്തെ സൂം മീറ്റിംഗ് ഉപകാരപ്പെടും. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കമ്പനിയുടെ റീചാർജിങ് എന്ന പ്രോഗ്രാം, അതായിരുന്നു ഇത്രയും കാലം കമ്പനി അനൗൺസ് ചെയ്തിരുന്ന പ്രധാന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സർവീസ് കൊടുക്കുക, ആ സർവീസ് സ്വീകരിച്ചുകൊണ്ട്
നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരിക, അതിൽ നിന്ന് വരുമാനം ജനറേറ്റ് ചെയ്യുക. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന വരുമാനത്തിലൂടെ നമ്മളുടെ ഓരോ വ്യക്തികളെയും സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരിലേക്ക് വേണ്ട ധാരാളം പ്രൊഡക്റ്റുകൾ ഫ്ലിപ്കാർട്ടും ആമസോണും മീഷോയും മിന്ത്രയും ഒക്കെ സെയിൽ ചെയ്യുന്നത് പോലെ നമുക്ക് സെയിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ബിസിനസിന്റെ ഭാഗം എന്തൊക്കെയെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നിട്ടുള്ള ന്യൂ മെമ്പേഴ്സിലേക്ക് ഏറ്റവും വേഗത്തിൽ നമ്മുടെ പ്രൊജക്ടുകൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങളെ ഇത് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള വ്യക്തികളെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടുള്ളവർ ഏകദേശം അവയർനെസ് കൊടുത്തിട്ടുണ്ടാകും. എങ്കിലും നമ്മുടെ സിസ്റ്റത്തിന്റെ വ്യക്തത മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈശ്വരനെ സർവേശ്വരനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രൊജക്ട് കേൾക്കാം, മനസ്സിലാക്കുക, വിലയിരുത്തുക. അതിനുശേഷം നിങ്ങളുടേതായ തീരുമാനത്തിലൂടെ നമ്മുടെ കൺസെപ്റ്റിലേക്ക് കടന്നു വരികയോ അതിനൊപ്പം പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് നന്മകൾ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ എക്സ്ട്രാ ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീറ്റിംഗ്, അതായത് പ്രൊജക്ടിന്റെ സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. അവിടെ നമുക്ക് അതിനായിട്ടൊരു സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വൺസ് അഗെയിൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും മുൻപോട്ട് ഉള്ള സിസ്റ്റത്തിലേക്ക് പോകുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു അധിക വരുമാനം ആവശ്യമാണ്. നാം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു അധിക വരുമാനം ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് മുൻപോട്ട് പോവാം. അപ്പൊ എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുന്നതിനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഓരോ കസ്റ്റമേഴ്സിനും ലഭ്യമാകുന്നത്. അതിനായി നാം പരിചയപ്പെടുത്തുന്ന കമ്പനിയാണ് ദ ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ഇതിന്റെ ആരംഭം നമ്മൾ പറഞ്ഞു അതായത് മെയ് 2025 മെയ് 24 ആരംഭിച്ചത്. അന്ന് നമുക്ക് റീചാർജ് എന്ന പ്രൊഡക്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പ്രോഡക്റ്റ് മാത്രമായിട്ട് നമുക്ക് ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, കാരണം അതൊരു സർവീസ് മാത്രം. നമ്മുടെ കമ്പനി എന്ന് പറയുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്ത് പ്രോഡക്റ്റുകളും ഉൽപ്പാദിപ്പിക്കുകയും എന്ത് പ്രോഡക്റ്റുകളും സെയിൽ ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ അതിനാവശ്യമായ സർട്ടിഫിക്കറ്റ്സ് ആണ് നമ്മൾ കമ്പനിക്ക് ആദ്യം വേണ്ടിയിരുന്നത്. ആ സർട്ടിഫിക്കറ്റ്സിന്റെ ഒക്കെ ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. അതിലൂടെ നമ്മുടെ മാനേജ്മെന്റ് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനുള്ള, അതായത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മുൻകാല പരിചയം ഈ മേഖലകളിലൊക്കെ, അതായത് നമ്മൾ ഇവിടെ ഷോ ചെയ്യുന്ന മേഖലകളിലേക്ക് മാനേജ്മെന്റിന്റെ പരിചയമാണ് ഇത്തരം ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാണ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ജനങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് വിഷനിലൂടെ പറയുന്നത്. എല്ലാ ജനങ്ങൾക്കും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യവും സമാന്തരമായി സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ എല്ലാവരും ഒന്നുപോലെ ജീവിച്ചു പോവുക എന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഈ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് വരുന്നത് എന്നതുമാണ് പബ്ലിക്കിലേക്ക് ഷെയർ ചെയ്യുന്നത് കമ്പനി. ഇവിടെ നമുക്ക് ഇ കൊമേഴ്സ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് മനുഷ്യന്റെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ട്. അതായത് അത് നമുക്കറിയാം, അന്നവും വസ്ത്രവും പാർപ്പിടവുമാണ് ഒരു മനുഷ്യന്റെ ആദ്യ ഭാഗം. അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇത് മൂന്നിനും ശേഷമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് ആഹാര സാധനങ്ങൾ, അതായത് നമ്മുടെ വയറ് വിശക്കുമ്പോഴോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ വയറ് വിശക്കുമ്പോഴോ അവിടേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുള്ള ആഹാര പദാർത്ഥങ്ങൾ നമുക്ക്. അപ്പൊ ഈ ഒരു ആവശ്യം കഴിഞ്ഞാണ് ബാക്കി എല്ലാം നമുക്ക്. അപ്പൊ ഇവിടെ നമുക്കറിയാവുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വലിയ വിപണി, അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളിലൂടെ നമുക്കൊരു നല്ല ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് കമ്പനി മനസ്സിലാക്കിയത്. അത് ചെറിയ ചെറിയ ലാഭമായിരിക്കാം. ആ ലാഭം പല ഉൽപ്പന്നങ്ങളിലും പല വ്യക്തികളിലൂടെ ആകുമ്പോൾ നമുക്കൊരു വലിയ നേട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയതും കമ്പനി അതാണ് അനൗൺസ് ചെയ്തതും. അതുകൊണ്ടാണ് കൊറോണ വന്നാലും പ്രളയം വന്നാലും ഏത് സാഹചര്യം വന്നാലും നമുക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം വേണം. അതുകൊണ്ട് വൺ ആൻഡ് ഓൺലി സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് നമ്മൾ ഈ ഗ്രോസറി ബിസിനസിനെ നമ്മൾ ഫസ്റ്റിലെ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത്.
അത് എത്രത്തോളം മനുഷ്യനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ഈ കഴിഞ്ഞ 4-5 മാസക്കാലമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഒരു നിമിഷം നമ്മുടെ മൊബൈല് ഒന്ന് കട്ടായി പോവുക, റീചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ ആളുകൾ എത്രത്തോളം പാനിക് ആകുന്നു എന്ന് നാം കണ്ട് മനസ്സിലാക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കാരണം നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ സിസ്റ്റത്തില് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ നമുക്ക് ലോകം മുഴുവൻ ഓട്ടോമാറ്റിക്കലി റീചാർജ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നപ്പോഴാണ് നമുക്കിത് എല്ലാ പബ്ലിക്കിന് എത്രത്തോളം ഇത് ആവശ്യമാണ്, എല്ലാവരുടെയും റീചാർജ് സമയബന്ധിതമായി നടന്നിട്ടില്ല എങ്കിൽ അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതും അപ്പോഴാണ്. കാരണം നമുക്ക് അതിനു മുമ്പ് ഇത്ര അറിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് റീചാർജ് എന്ന സിസ്റ്റം നടക്കത്തക്ക രീതിയിൽ നമ്മുടെ സിസ്റ്റം റൺ ചെയ്യുന്ന അവസരത്തിലാണ് ടെക്നിക്കൽ ഇഷ്യൂസിലേക്ക് പോകുന്നത്. അപ്പൊ അതിനെ നമ്മൾ വളരെ വേഗത്തിൽ തന്നെ അതിജീവിച്ചുകൊണ്ട് ഒക്ടോബർ 13 മുതൽ വീണ്ടും പുതിയ സോഫ്റ്റ്വെയർ, അത് പഴയ സോഫ്റ്റ്വെയർ അപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഇന്നും നിലനിർത്തുന്നുണ്ട്, പുതിയ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും റീപ്ലേസ് ചെയ്യുകയും അതിലൂടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ഘട്ടവും മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ചില ടൈമുകളിൽ നമുക്ക് റീചാർജ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് അനായാസം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. അത് എപ്പോഴും സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസിൽ മാത്രമാണ് സംഭവിക്കുന്നത്. അത് നമുക്കറിയാം. നമ്മൾ ഇപ്പോൾ ഒരു ബാങ്കിങ് സംവിധാനത്തിലായാലും ഏത് ഗവൺമെന്റ് സംവിധാനത്തിലായാലും ടെക്നിക്കൽ ഇഷ്യൂസ്, അതായത് ഇന്റർനെറ്റിനെ ബേസ് ചെയ്തുള്ള എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാംസിൽ ബുദ്ധിമുട്ട് വന്നാൽ അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം എല്ലാവരും ഇന്ന് വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു അവസരത്തിൽ നമുക്കത് സിസ്റ്റം ബുദ്ധിമുട്ട് ആയി വരുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് കമ്പനി പ്രൊഡക്റ്റുകൾ എന്ന ആ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് വളരെ വേഗത്തിലേക്ക് കടന്നു വരാൻ നിർബന്ധിതരാകുന്നതും അങ്ങനെ നമ്മൾ ഇ-കൊമേഴ്സ് എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഏറ്റവും വേഗത്തിൽ ജമ്പ് ചെയ്യുകയും ചെയ്തു. അവിടെ നമ്മുടെ കമ്പനി അനൗൺസ് ചെയ്യുന്ന, അതായത് ഇ-കൊമേഴ്സ് എന്ന പ്രതിഭാസം നടക്കണമെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് മാത്രം ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങാൻ സാധിക്കില്ല. നമ്മുടെ ഡ്രസ് ഐറ്റംസ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ കണ്ടിഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റില്ല. ഓൺലൈനിൽ വരുമ്പോൾ നമുക്കറിയാം റിട്ടേൺ പോളിസി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയക്കാനുള്ള കാലയളവ്, അത് നമ്മൾ അടച്ച ഫണ്ട് തിരിച്ച് കിട്ടാനോ അതുപോലെ കാലതാമസം വരുന്നു. അല്ലെ പ്രൊഡക്റ്റ് പോയിട്ട് അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ആവശ്യം സമയബന്ധിതമായി നടക്കാതെ വരും. ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താണെങ്കിൽ അത് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്ത് ചെയ്യും? നമ്മൾ റിട്ടേൺ അയക്കും. നമ്മൾ വേറെ പിന്നെ കടകളിൽ പോയി നമ്മൾ തേടി എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും സംഭവിക്കാറ്. അപ്പൊ അത് ഒഴിവാക്കിക്കൊണ്ട് ഏത് ഒരു കസ്റ്റമർക്കും ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ കണ്ടറിഞ്ഞ് വാങ്ങാനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാണ് ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ്, അതായത് NFC കാർഡ് കമ്പനി കൊണ്ടുവന്നത്. കാരണം നമ്മുടെ ഇവിടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് കമ്മ്യൂണിറ്റി ക്രിയേഷന്റെ ഭാഗമായി ഓരോ കസ്റ്റമേഴ്സിനെയും റെഫർ ചെയ്യുമ്പോൾ അവിടെ കമ്മീഷൻ ജനറേറ്റ് ചെയ്യും. ആ കമ്മീഷനിൽ നിന്ന് ഒരു സർട്ടൺ പെർസെന്റേജ് NFC കാർഡിലേക്ക് ഹോൾഡ് ചെയ്യുന്നു. എന്തിനെ? നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന്. നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കാതെ നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള അവസരം ക്രിയേറ്റ് ചെയ്യുകയാണ് NFC കാർഡിലൂടെ. അപ്പൊ ഈ NFC കാർഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ഐഡന്റിറ്റിയാണ് നമ്മുടെ ഈ കാർഡ്. അതായത് ബൈബൽ എന്ന കമ്പനിയിൽ ഇദ്ദേഹം അംഗമാണെന്നും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇത്ര എമൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ കമ്പനിയുടെ വെൻഡേഴ്സ് ആയിട്ടുള്ള അംഗങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അദ്ദേഹത്തിന് പ്രൊഡക്റ്റുകൾ ആ ഒരു സർവീസ് ഭംഗിയായി ചെയ്യുന്നതിനും അവർക്ക് അതിന്റെ പണം കമ്പനിയിൽ നിന്ന് ഈടാക്കുന്നതിനും സാധിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് NFC കാർഡ്. അപ്പൊ നമ്മളുടെ ഐഡന്റിറ്റി, അതായത് ബൈബിളിൽ നമുക്ക് എത്ര പണമുണ്ട് അല്ലെങ്കിൽ എത്ര ഈ NFC കാർഡിൽ എത്ര എമൗണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എത്ര രൂപയുടെ വരെ ഉൽപ്പന്നങ്ങൾ ഇദ്ദേഹത്തിന് നൽകാമെന്ന് നമ്മുടെ വെൻഡേഴ്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കാർഡ്. അതേപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടി വന്നാൽ നമ്മുടെ ഈ NFC കാർഡ് ഉപയോഗിച്ച് എവിടെ നിന്ന് വാങ്ങാം അതും മനസ്സിലാക്കുന്നത് നമ്മുടെ സൈറ്റിലൂടെയാണ്. സമീപ പ്രദേശത്തുള്ള നമ്മുടെ വെൻഡേഴ്സിൽ നിന്ന് സാധനം മേടിക്കുക. അതായത് നമ്മൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാവുന്നത്, നമ്മുടെ ATM കാർഡ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് ATM കൗണ്ടറിൽ നിന്നും നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം അല്ലെ? അതേപോലെ തന്നെ
കമ്പനിയുടെ അംഗീകൃത വെൻഡേഴ്സിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റ് ഏത് സ്ഥലത്തു നിന്നും വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ നമ്മുടെ ഈ NFC കാർഡിന്റെ പൊട്ടൻഷ്യലാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കേണ്ടത്. ഇത് എന്തിനു വേണ്ടിയാണ് കമ്പനി നൽകുന്നത്? കമ്പനി എന്തിനു വേണ്ടിയാണ് നൽകുന്നതെന്ന് പറഞ്ഞ എന്താണ്, ഏത് സ്ഥലത്തു നിന്നായാലും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നമ്മുടെ വെൻഡേഴ്സിൽ നിന്നും പ്രൊഡക്റ്റുകൾ എപ്പോ ആവശ്യമാണോ ആ വേണ്ട പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി സാമ്പത്തികമായ പ്രൊട്ടക്ഷൻ സ്റ്റോർ ചെയ്യുന്ന കാർഡ്. അല്ലെ കമ്പനിയിൽ എന്തുണ്ട് എന്ന്, കമ്പനിയിൽ എത്ര അസറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള കാർഡ്. അപ്പോ ഈ പൊട്ടൻഷ്യൽ കാർഡിൽ ഈ കാർഡിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എക്സാമ്പിളിന് നമ്മുടെ ടീമിൽ വന്ന ഒരു വ്യക്തി 10,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങി നമ്മുടെ ഒരു അംഗീകൃത ഷോപ്പിൽ നിന്ന്. അപ്പൊ അവിടെ നിന്ന് ആ കമ്പനിയിൽ നമ്മുടെ കമ്പനിയിലേക്ക് ആ ഷോപ്പിൽ നിന്ന് ഒരു 5% ലാഭം വന്നിട്ടുണ്ടെങ്കിൽ അത് 500 രൂപയുണ്ട്. ഈ 500 രൂപയെ 12 രൂപ 50 പൈസ ക്രമത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനി. കമ്പനി ഏതൊരു ബിസിനസിന്റെയും 25% ലാഭം കമ്പനി എടുക്കുന്നു, ബാക്കി 75% നമ്മുടെ കമ്പനിയിലെ കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അത് എന്തിനും ചോദിച്ചാൽ ഓരോ കസ്റ്റമേഴ്സിനും സാമ്പത്തികമായി എക്സ്ട്രാ ഇൻകം വരുമ്പോൾ കമ്പനി അവിടെ ഒരു എമൗണ്ട് റിസർവ് ചെയ്ത് വെക്കുമ്പോൾ കമ്പനിക്ക് എന്ത് ഉൽപ്പന്നങ്ങളും ഈ കസ്റ്റമേഴ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ്. അതായത് ബിസിനസ് നിരന്തരം നടക്കുക, നിരന്തരം കമ്മീഷൻ ജനറേറ്റ് ചെയ്യുക, അതിലൂടെ നമ്മുടെ സാമ്പത്തിക അവസ്ഥ സുസ്ഥിരമാക്കി അല്ലെ ഒരു ലെവലിൽ ഒരു താളത്തിൽ നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ അനായാസം വാങ്ങിക്കുന്നതിനുള്ള ഒരു അവസരമാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നമുക്കിവിടെ 1,00,000 കസ്റ്റമേഴ്സ് നമ്മുടെ ഡൗണിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ, വേണ്ട 10,000 കസ്റ്റമേഴ്സ് നമ്മുടെ ഡൗണിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ നമുക്ക് എത്ര രൂപ കിട്ടും? 12 രൂപ 50 പൈസ വെച്ച്. അപ്പൊ ഇവിടെ 1,00,000 കസ്റ്റമേഴ്സ് നമ്മുടെ ഡൗണിൽ നിന്ന് വാങ്ങാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഓരോ കസ്റ്റമറെയും കൈപിടിച്ച് കൊണ്ടുപോകുകയാണ് ബൈബർ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ 16 ടയേഴ്സിലൂടെ ഒരു കസ്റ്റമർക്ക് അദ്ദേഹം 2 കസ്റ്റമറെ ഇവിടെ റെഫർ ചെയ്താൽ മിനിമം 2 മെമ്പേഴ്സിനെ കമ്പനിക്ക് പരിചയപ്പെടുത്തിയാൽ അതിലൂടെ ഡെവലപ്പ് ചെയ്ത് മെമ്പേഴ്സ് വരുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ച അംഗങ്ങളിലൂടെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പനിയിലെ ഐഡികൾ റീബർത്ത് ചെയ്ത് പ്ലേസ് ചെയ്യുന്നതിലൂടെ ഓരോ തവണയും നമുക്കൊരു ചെറിയ എമൗണ്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ഒരു 73 ലക്ഷം രൂപ വരെ വൺ ടൈം ഏൺ ചെയ്യാവുന്ന സംവിധാനത്തിലാണ് കമ്പനി ഓരോ കസ്റ്റമേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്തത്. കമ്പനിയുടെ കസ്റ്റമർ ആയി എന്ന കാരണത്താൽ അവരെ സംരക്ഷിച്ചുകൊണ്ട്, അതായത് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് കമ്പനിയെ സഹായിക്കുന്നു എന്ന കാരണത്താൽ 2 കസ്റ്റമേഴ്സിനെയെങ്കിലും മിനിമം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റിന്റെ അംശം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് കമ്പനി തന്നിരിക്കുന്നത്. അത് എന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനനുസരിച്ച് അത്രയും വേഗതയിലായിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഗ്രോത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ അപ്ലയൻസിന്റെയോ നമ്മുടെ ഡൗൺലൈൻസിന്റെയോ ഒക്കെ കമ്മ്യൂണിറ്റി ക്രിയേഷൻ എത്ര ഫാസ്റ്റ് ആയിട്ട് പോകുന്നോ അതിനനുസരിച്ച് വേഗതയിൽ നമുക്ക് ഈ ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. കമ്പനിയുടെ ആവശ്യം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കമ്മ്യൂണിറ്റി വരിക. കമ്മ്യൂണിറ്റി വരുമ്പോൾ അതിൽ എന്ത് പ്രോഡക്റ്റുകളും അനായാസം വിറ്റഴിക്കാം. അതാണ് പ്രൊഡക്റ്റ് കാറ്റഗറി കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇത് എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് പ്രോഡക്ട്സ്, ഏത് തരത്തിലുള്ള പ്രോഡക്റ്റുകളും വെൻഡേഴ്സ് ത്രൂ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ ഓരോ കസ്റ്റമേഴ്സിനും നമ്മുടെ വെൻഡറായിട്ട് കൺവേർട്ട് ആവാൻ പറ്റും. കാരണം നമ്മളുടെ ഓരോ കുടുംബങ്ങളെയും ഓരോ സംരംഭക യൂണിറ്റുകളായി മാറത്തക്ക രീതിയിലാണ് കമ്പനി പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വെബ്സൈറ്റ് അല്ലെ ഇ-കൊമേഴ്സ് സിസ്റ്റത്തിലേക്ക് വരാൻ തനിയെ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഓരോ മനുഷ്യരെയും ഓരോ വ്യക്തികളെയും ഓരോ സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിലേക്ക് അണിനിരത്തുകയാണ് ബൈബർ ചെയ്യുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിലും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യുന്നതിലൂടെയും നമുക്ക് വളരെ വലിയ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്ലാറ്റ്ഫോമിൽ കമ്പനി പറയുന്നു നമുക്ക് 8 തരത്തിലുള്ള വരുമാനത്തിലൂടെ 9ാമത്തെ ഒരു വരുമാനമുണ്ട് ഇ-കൊമേഴ്സിൽ നിന്നും. ആ ഇ-കൊമേഴ്സിലെ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആണ്. അത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സ് ഓരോ കാലത്തും വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എമൗണ്ടിനനുസരിച്ച് നമുക്ക് ലാഭം ജനറേറ്റ് ചെയ്യുകയും ആ ലാഭം നമുക്ക് നിരന്തരം ലഭിക്കുകയും ചെയ്യും. അപ്പൊ ബൈബൽ എന്ന കമ്പനി ഇവിടെ ഒരു കസ്റ്റമറെ ക്ഷണിക്കുന്നത് എക്കാലവും വരുമാനം ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ സമൂഹത്തെ
പരിവർത്തനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലേക്കാണ്. അത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മെമ്പേഴ്സ് ഓരോരുത്തരും അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ ചെറിയ ചെറിയ പണമായിട്ട് നമുക്ക് വീണ് അതൊരു വലിയ വരുമാനമായിട്ട് പ്രതിമാസം നമുക്ക് ലഭിക്കുന്ന ഇ കൊമേഴ്സ് ബിസിനസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് കമ്പനിയുടെ 9ാമത്തെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിനായിട്ടൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മളുടെ ഗ്രൂപ്പിൽ, നമ്മളുടെ ഡൗണിൽ, നമ്മുടെ രജിസ്ട്രേഷന് ശേഷം നമ്മളിലേക്ക് നമ്മുടെ വിങ്ങിലേക്ക് നമ്മളൊരു നല്ല കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അവിടെ കൂടുതൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കമ്മീഷൻ വളരെ വേഗത്തിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനായി കമ്പനി പറയുന്നത് റെഫറൽ ബോണസിലേക്ക് വരിക, റെഫർ ആൻഡ് ഏൺ സിസ്റ്റത്തിലേക്ക് വരിക. നമ്മൾ ഒരു മെമ്പറെ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 500 രൂപ റെഫറൽ ബോണസ് കമ്പനി നൽകുന്നു. എന്നാൽ ആ ഒരാൾ വന്നതുകൊണ്ട് ആ റെഫറൽ ബോണസ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധ്യമല്ല. മിനിമം 2 കസ്റ്റമേഴ്സിനെയെങ്കിലും കമ്പനിക്ക് പരിചയപ്പെടുത്തിയാൽ മാത്രം, ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രം, അല്ലെ റെഫർ ചെയ്താൽ മാത്രമേ നമുക്ക് ബോണസ് ലഭ്യമാകുകയുള്ളൂ. ആ ബോണസ് ലഭ്യമാകുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടാണ്. എത്ര കസ്റ്റമറെ വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് 500 രൂപ ക്രമത്തിൽ നമുക്ക് കമ്മീഷൻ, ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ എക്സ്ട്രാ കിട്ടും. അത് നമുക്ക് 510 മെമ്പേഴ്സിൽ നിന്നും നമുക്ക് 8 സെഗ്മെന്റ്സിലായിട്ട് നമുക്ക് ഏതാണ്ട് 51,000 രൂപയോളം നമുക്ക് ലഭിക്കത്തക്ക ഒരു സംവിധാനമാണ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം. ഇത് 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന എലിജിബിലിറ്റിയിൽ എത്തിച്ചേരുന്നത്. അവർക്ക് ഓരോ മെമ്പേഴ്സും അവരുടെ താഴേക്ക് ജനറേറ്റ് ചെയ്ത് വരുന്ന അനുസരിച്ചാണ് 8 സെഗ്മെന്റ്സിൽ നിന്നും നമുക്ക് 51,000 രൂപയോളം നേട്ടം ലഭിക്കാം. എല്ലാത്തിനും കമ്പനിയുടെ ഏതൊരു ഇൻകം ഏൺ ചെയ്യുന്നതിനും കമ്പനിയുടെ സിസ്റ്റത്തിൽ നിലനിന്ന് പോകുന്നതിനും എല്ലാം ഒരേ ഒരു ക്രൈറ്റീരിയ ആണ്, മിനിമം 2 ഡയറക്ടർ റെഫറൽ കൊണ്ടുവരണം എന്നുള്ളത്. ആ ഒരു കാറ്റഗറിയിലേക്ക്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന തലത്തിലേക്ക് വന്നാൽ മാത്രമേ കമ്പനി കമ്പനിയുടെ അംഗീകൃത വിതരണക്കാരനായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ബെനിഫിറ്റുകൾ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ NFC കാർഡിലേക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതേപോലെ മിനിമം നമ്മുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുന്നതിനുള്ള എമൗണ്ട് നമ്മുടെ ഏണിംഗ് വാലറ്റിൽ 600 രൂപ ആകുകയും വേണം. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞൊരു ബോണസ് ഉണ്ട്. അതേപോലെ നമ്മൾ അവിടെ കണ്ടു 7-8 തരത്തിലുള്ള വരുമാനമുണ്ട്. അതിനൊക്കെ ഓരോ കണ്ടീഷൻ കമ്പനി പറഞ്ഞിട്ടുണ്ട്. അതായത് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രൂപ്പ് മെമ്പർ വരുമ്പോൾ നമുക്ക് 1000 രൂപ നമുക്ക് ലഭ്യമാകുന്നു. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്നോ അല്ലെങ്കിൽ നമുക്ക് മാച്ചിങ് ബോണസ് എന്ന് പറയുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് AB ഗ്രൂപ്പായിട്ട് വരുന്നതിൽ നിന്നും നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന കമ്മീഷനാണ്. എന്നാൽ നമ്മുടെ റെഫറൽ കമ്മീഷനിൽ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷനേ ഇല്ല. എങ്ങനെ ആളുകൾ നമുക്ക് ഡൗണിലേക്ക് ജനറേറ്റ് ചെയ്ത് വന്നാലും നമുക്ക് വൺ സൈഡ് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. അതായത് നമ്മൾ ക്യൂ പാലിച്ച് പോയാലും നമ്മുടെ താഴേക്ക് ഒരേ ഒരു വ്യക്തിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന്റെ താഴേക്ക് ബിസിനസ് പോയാലും ഒക്കെ നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ആണ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള കമ്മീഷൻ എന്ന് പറഞ്ഞ പ്രതിദിനം 10,000 രൂപ വരെ ലഭ്യമാകുമെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് സിംഗിൾ ലൈനിലൂടെ ഒരേ ഒരു വ്യക്തിയിലൂടെ മാത്രം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് പോയാലും നമുക്ക് ലഭ്യമാകുന്നത്. ആ ഒരു സിസ്റ്റം കൂടെ ഉള്ളത് കൊണ്ട് ഏതൊരു വ്യക്തിക്കും വളരെ അനായാസം ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റുന്ന സംവിധാനമാണ്. ഇതിനായി നമ്മളെ പ്രാപ്തമാക്കുന്നത് നമ്മുടെ ലീഡേഴ്സ് അല്ലെ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചിട്ടുള്ള വ്യക്തി അല്ലെ അവരെ കൊണ്ടുവന്ന വ്യക്തികളൊക്കെ കമ്പനിയിൽ നിന്നും വീണ്ടും പുനർജനിച്ചു വരികയും അതേപോലെ തന്നെ മറ്റ് അംഗങ്ങളെ വീണ്ടും 3-മതും 4-മതും 5-മതും ആളുകളെ റെഫർ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഓരോ ലെവൽസും ഫില്ല് ചെയ്തു പോകും. കാരണം അവർക്ക് വേറെ പ്ലേസ് ഇല്ല വെക്കാൻ. ആകെ 2 സീറ്റാണ് ഒരു കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കസ്റ്റമേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം, എല്ലാ കസ്റ്റമേഴ്സിനെയും വരുമാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതിനായിട്ട് വേറൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് RA വാലറ്റ്, റിപ്പീറ്റഡ് അലവൻസ്, അതായത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാ കാലവും വരുമാനം ജനറേറ്റ് ചെയ്ത് പോകുന്നതിനുള്ളതാണ് RA വാലറ്റ് അല്ലെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ്. അതിൽ നമുക്ക് അഡ്മിൻ ഫീ ആയിട്ട് നമുക്ക് ഏതൊരു ഇൻകം ജനറേറ്റ് ചെയ്താലും ഗവൺമെന്റിലേക്കുള്ള TDS-ഉം
ആ കമ്പനിക്കുള്ള അഡ്മിനിസ്ട്രേഷൻ ഫീസും ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിലേക്ക് 18% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഹോൾഡിംഗ് എന്തിനാന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. 2000 രൂപ നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 240 രൂപ നമുക്ക് എന്തിനായി മാറി? TDS അഡ്മിൻ ഫീ ആയിട്ടും മാറി. 6 വാലറ്റിലേക്ക് നമുക്ക് 360 രൂപ ഹോൾഡ് ചെയ്യും. ബാലൻസ് 1400 രൂപ നമ്മുടെ വിത്ഡ്രോ വാലറ്റിലുണ്ടാകും. നമ്മൾ അത് ബാങ്കിലേക്ക് വിത്ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും 20% ഇ-കൊമേഴ്സിന്റെ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ NFC കാർഡിൽ ഹോൾഡ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നമ്മളിലേക്ക് വരും. ഈ 6 വാലറ്റിൽ 2500 രൂപ ആകുമ്പോൾ, അതായത് നമ്മൾ മുമ്പ് കണ്ട 360 രൂപ 6 വാലറ്റിൽ വന്നു. അതായത് നമ്മുടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തതിൽ നിന്നും നമ്മൾ വിത്ഡ്രോ ചെയ്തപ്പോൾ നമുക്ക് ഇ-കൊമേഴ്സിലേക്ക് NFC കാർഡിലേക്ക് ഹോൾഡ് ചെയ്യുന്നു. അതിന് മുൻപേ തന്നെ നമുക്ക് 6 വാലറ്റിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു 18%. ഇങ്ങനെ വരുന്ന എമൗണ്ടുകൾ ഉപയോഗിച്ച് നമ്മൾ റീബർത്ത് ചെയ്യുന്നു. ആ റീബർത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് റീചാർജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വാങ്ങുന്നതിനുമായിട്ട് നമുക്ക് 1000 രൂപ അവിടെ റിസർവ് ചെയ്യപ്പെടുന്നു. റഫറൽ ബോണസ് ആയിട്ട്, അതായത് നമ്മുടെ ഐഡിയുടെ പുനർജനിച്ച ഐഡിയുടെ റഫറൽ അല്ലെ സ്പോൺസർ നമ്മൾ തന്നെയാണ്, നമുക്കവിടെ 500 രൂപ അധികമായി ലഭിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസും മാജിക് ക്ലബ് ബോണസും നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇൻകത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പുനർജനിക്കുമ്പോൾ, അതിന് മുമ്പേ പറഞ്ഞു, വൺ സൈഡ് പോയാലും നമുക്ക് ഓരോ കസ്റ്റമർക്കും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിസ്റ്റം കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇങ്ങനെ പുനർജനിക്കുന്ന ഐഡികൾ വന്ന് ഏത് വ്യക്തിയുടെ അതായത് പൊസിഷൻ ആണോ ഫില്ലാവാതെ കിടക്കുന്നത് അവിടെ വന്ന് പ്ലേസ് ചെയ്യും. ആ പ്ലേസ് മുകളിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം നൽകുകയും ചെയ്യും. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരാളെ പോലും പൊസിഷൻ ചെയ്യാത്ത വ്യക്തിയുടെ താഴെയും എന്ത് സംഭവിക്കും? നമുക്ക് പുനർജനിച്ച ഐഡികൾ മുഖാന്തരം ഫില്ലിംഗ് സംഭവിക്കും. പക്ഷെങ്കിൽ നമുക്ക് ഏത് ഇൻകം ജനറേറ്റ് ചെയ്താലും നമുക്ക് ലഭ്യമാകണമെങ്കിൽ, അതായത് ഫ്യൂച്ചർ വാല്യൂസ് അതുവരെ വന്ന ഒരു ഇൻകവും നമുക്ക് ലഭ്യമാകുകയില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യോഗ്യത, നമ്മുടെ എലിജിബിലിറ്റി നമ്മൾ പൂർത്തീകരിക്കണം. അതിനായിട്ട് നമ്മൾ 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? ഇവിടെ ജനറേറ്റ് ചെയ്തു വരുന്ന ബെനിഫിറ്റുകളൊക്കെ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ് കമ്പനി പറയുന്നത്? നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും വേഗത്തിൽ 2 കസ്റ്റമറെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോരുക. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള മെത്തേഡ് ബാക്കിയായിട്ട് ഇപ്പൊ മുൻപോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പൊ കണ്ടില്ലേ, പുനർജനിച്ച ID. അത് നമ്മൾ ഏത് വ്യക്തിയാണോ പുനർജനിച്ച അദ്ദേഹത്തിന്റെ താഴെ എവിടെയെങ്കിലും സീറ്റ് വേക്കന്റ് ആയി കിടക്കുന്നിടത്ത് പോയി പ്ലേസ് ആവും. ആ പ്ലേസ് ആയേക്കുന്ന സ്ഥലത്ത് നമ്മുടെ ID ടോപ്പ് അപ്പ് ചെയ്യുന്നതിന്, അതേപോലെ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് വൗച്ചറുകൾ ഹോൾഡ് ചെയ്യുന്നതിന് ഇവിടെ NFC കാർഡിലേക്ക്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്ന, ഒരു 4000 രൂപ വന്ന 6 വാലറ്റ് റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിൽ വന്ന ഫണ്ട് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യും. അങ്ങനെ ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മാച്ചിങ് ബോണസുകൾ ലഭ്യമാകും. അതായത് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഒരു ഗ്രൂപ്പിന്, ഒരു ജോഡിക്ക് 1000 രൂപ വെച്ചാണ് നമുക്ക് ലഭിക്കുന്നത്. ആ മാച്ചിങ് ബോണസ് നമുക്ക് ലഭ്യം. അപ്പൊ നമ്മുടെ ID പുനർജനിച്ച് നമുക്ക് താഴെ പൊസിഷൻ ചെയ്തപ്പോൾ നമ്മൾ അറിയുക, നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് വന്ന ഏത് വ്യക്തികളുടെ താഴെയാണെങ്കിലും അവർക്കും ഇതേപോലെ തന്നെ മാച്ചിങ് ബോണസ് ജനറേറ്റ് ചെയ്യും. അത് അവരുടെ വിഡ്രോ വാലറ്റിലേക്ക് കിട്ടണമെങ്കിൽ, അതായത് നമ്മുടെ അപ്ലൈൻ പുനർജനിച്ച് ടോപ്പ് അപ്പ് ആയാലും നമുക്ക് 1000 രൂപ മാച്ചിങ് ബോണസ് കിട്ടാനുള്ള അവസരമുണ്ട്. പക്ഷെ അത് കിട്ടണ എന്ത് സംഭവിക്കണം? നമ്മൾ 2 റെഫറൽ വെച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് സിസ്റ്റം നോക്കുന്നത്. നമുക്ക് 2 റെഫറൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അവിടെ 1000 രൂപ മാച്ചിങ് ബോണസ് ലഭ്യമാകുന്നതിനുള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഈ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടി. അതാണ് ഓരോ മെമ്പേഴ്സിലേക്കും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് പോകാവുന്ന സിസ്റ്റത്തിലൂടെയാണ് ഇവിടെ കമ്പനി പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് 6 വാലറ്റിൽ നിന്നും ഒരു 1700 രൂപ എടുത്തുകൊണ്ട് നമുക്ക് 100 രൂപ ക്രമത്തിൽ പെർഫോമൻസ് ഇൻകം ജനറേറ്റ് ചെയ്യും. ഈ പെർഫോമൻസ് ഇൻകം എന്ന് പറയുന്ന 1,31,070 മെമ്പേഴ്സിൽ നിന്ന് ടോട്ടൽ നമുക്ക് ലഭിക്കാം. ഈ ഒരു മെമ്പേഴ്സ് എന്നും അതുപോലെ തന്നെ ID എന്നും നമുക്ക് തിരുത്തേണ്ടതുണ്ട്. കാരണം പുനർജനിക്കുന്ന ഐഡികൾ ഒന്നും ആക്ഷൻ ഇല്ലാത്തതാണ് അല്ലെ. റീപർച്ചേസോ അല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റുകളുടെ ആവശ്യമോ ഇല്ല. അവരെപ്പോഴും നിരന്തരം നമുക്ക് വരുമാനം തരാനായിട്ട് ഉണ്ടായിട്ടുള്ള ഐഡികൾ മാത്രമാണ്. അപ്പൊ ഈ ഐഡികളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഈ സിസ്റ്റത്തിലുള്ളത്.
അപ്പൊ ഇതിനെ മനസ്സിലാക്കുക, ഇതിനെ പഠിക്കുക. ഈ 3 റിപ്പീറ്റഡ് പ്രോസസ്സും മതി നമ്മുടെ ആയുഷ്കാലം നമുക്ക് വരുമാനം തന്നുകൊണ്ടേയിരിക്കാൻ. നമ്മൾ ഓരോ വ്യക്തികളും 2 പേരെ വീതം എന്ന ആ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായാൽ കമ്പനി ഉദ്ദേശിക്കുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരികയും ആ കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ഓരോ മെമ്പേഴ്സിനും ഓരോ കസ്റ്റമേഴ്സിനും നിരന്തരം വരുമാനം ലഭിക്കുന്നതിനുള്ള അവസരവുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും സിസ്റ്റത്തെ ജോയിൻ ചെയ്തു, 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന 2 പേരെയോ അല്ലെ ആ ടീമിനെയോ ഫോളോ അപ്പ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ കമ്പനി എല്ലാ ബെനിഫിറ്റ്സും കൊടുക്കാനും സാധ്യമല്ല. കാരണം നമുക്കിവിടെ സർവീസ് പ്രധാനമായി നടക്കണം. നമ്മൾ അറിയുക, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ജോലിക്ക് അല്ലെങ്കിൽ അവർ ഏൽപ്പിക്കുന്ന പാർട്ട് ടൈം ജോലിയാണെങ്കിലും അതിപ്പോ നമ്മൾ ഒരുപാട് ഏജൻസികളുണ്ട്, ഒരുപാട് ഏജൻസ് ആയിട്ട് ഒരുപാട് എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യും. നമുക്കൊരു ഇൻഷുറൻസ് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ ആ സ്ഥാപനം പറയുന്ന ടാർഗറ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കണം, അല്ലെ? എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭ്യമാകുകയുള്ളൂ, നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാകുകയുള്ളൂ, അല്ലെങ്കിൽ ആ സ്ഥാപനം പറഞ്ഞിരിക്കുന്ന ബെനിഫിറ്റ്സ് ഒക്കെ ലഭ്യമാകും. അതേപോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സർവീസുകൾ യഥാസമയം നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നാൽ കമ്പനി നിരന്തരം വരുമാനം തന്നുകൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നില്ല എങ്കിൽ കമ്പനി ആ എല്ലാ ഇൻകവും നമുക്ക് കൊടുക്കില്ല. ആക്റ്റീവ് എന്നും പാസീവ് എന്നും 2 സെക്ടറായിട്ട്, അല്ല റിപ്പീറ്റഡ് ബെനിഫിറ്റ് എന്നും ആക്റ്റീവ് ബെനിഫിറ്റ് എന്നും 2 സെക്ഷനായിട്ട് കമ്പനി തിരിച്ചിരിക്കുന്നത് തന്നെ അതിനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മളാൽ കഴിയും പോലെ നമ്മൾ സിസ്റ്റത്തിൽ ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ മെമ്പേഴ്സിന് വേണ്ട സർവീസ് കൊടുത്ത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള സംവിധാനത്തിലേക്ക് പോകണം. അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ മീറ്റിംഗ് നടന്നതിലും നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ സിസ്റ്റത്തെ ഫോളോ ചെയ്ത് നിന്നെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിൽ നിന്നും നമുക്ക് വരുമാനങ്ങൾ തുടർച്ചയായി ലഭിക്കുകയുള്ളൂ. എല്ലാ അവസരങ്ങളും കൊണ്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മാജിക് ബോണസ് എന്ന് പറയുന്ന ഒരു ബോണസ് കൂടിയുണ്ട്. ഇത് കമ്പനിയുടെ ഗ്ലോബൽ ബിസിനസ്സിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. എവിടെ എന്ത് ഇൻകം നമുക്ക് ലഭിക്കണമെങ്കിലും നമ്മുടെ ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും എന്ത് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിലും നമ്മൾ മിനിമം 2 കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി തുടർച്ചയായുള്ള നമ്മുടെ വരുമാനം ലഭ്യമായിക്കൊണ്ടേയിരിക്കണമെങ്കിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഫോക്കസ് ചെയ്യണം. പ്ലാറ്റ്ഫോമിൽ നിരന്തരം നമ്മുടെ ടീമിനെ നമ്മൾ സർവീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് നമ്മൾ അവരുടെ കൂടെ കാലത്തെ ബാഗും തൂക്കി പോകണമെന്നല്ല കമ്പനി ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ട ഫോളോ അപ്പ്, അവർക്ക് വേണ്ട ഗൈഡൻസ്, കമ്പനിയുടെ നിർദ്ദേശങ്ങൾ യഥാസമയം അവരിലേക്ക് അറിയിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്കിന്ന് 17,000-ലധികം കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ ടീം ലീഡേഴ്സ് പലരും ടീമിനെ വളരെയേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധാലുക്കളല്ല. അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സിനും കമ്പനിയുടെ സിസ്റ്റം എന്താണെന്നോ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ ഒന്നും അറിഞ്ഞുകൂടാ. അത് ഓരോ കസ്റ്റമേഴ്സിനെ നമ്മൾ വിളിക്കുമ്പോഴാണ് അവരിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സംഗതിയെ അറിയില്ല എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയോടും ആ വ്യക്തികളോടും ആ ഒരാളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തി ചെയ്ത വലിയ വഞ്ചനയാണെന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ജോയിൻ ചെയ്യുന്ന ടൈമിൽ പറഞ്ഞില്ലെങ്കിൽ അവരോട് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു ലീഡർ എന്ന നിലയിൽ അല്ലെ ഒരു എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നമ്മൾ കൃത്യമായി ചെയ്യണം. നമ്മൾ എന്തിനാ ഹൈഡ് ചെയ്യുന്നത്? കൃത്യമായിട്ട് കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ അതുകൊണ്ട് അത് ഇതുവരെയും നമുക്ക് ഈ 6 മാസത്തിനുള്ളിൽ ഇതുവരെയും അത് കൃത്യതയോടെ നടക്കാത്തതിനാൽ കമ്പനി ഇപ്പൊ ഡയറക്റ്റ് ഓരോ കസ്റ്റമേഴ്സിനെയും കോൾ ചെയ്ത് അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും അവർക്ക് വേണ്ട സർവീസിലേക്ക് പോകുന്ന സിസ്റ്റത്തിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ആ ഒരു സിസ്റ്റം ചെയ്യാതിരുന്നുകൊണ്ട് എക്സിക്യൂട്ടീവ്സിന്റെ ഭാഗത്തു നിന്നും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കിട്ടാതിരുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നതിനാൽ ഒരുപാട് അതായത് പല വ്യക്തികളും എന്താണ് ഈ ബിസിനസ് എന്ന് മനസ്സിലാക്കാതെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് കമ്പനിക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് പ്രിയ ലീഡേഴ്സ്, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിലും നമ്മൾ കൃത്യതയോടെ ഒരു കസ്റ്റമറെ കമ്പനിക്ക് ഉള്ളൂ എങ്കിൽ ആ കസ്റ്റമറെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. ഇല്ല എങ്കിൽ നമുക്കും കസ്റ്റമേഴ്സിനും
കമ്പനിക്കും പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളത് കൃത്യമായി ബോധ്യപ്പെടുത്തുക. ഇന്നതാണ് കമ്പനിയുടെ സിസ്റ്റം എന്നും ആ സിസ്റ്റത്തിലൂടെ നമ്മൾ ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്നും വ്യക്തമാക്കി കൊടുക്കണം. അതിനുള്ള വർക്ക്ഷോപ്പുകൾ, അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്കുണ്ടാകും. അത് ഓരോ ദിവസത്തെ സൂം മീറ്റിംഗിൽ നമ്മൾ അതായത് ജനറൽ ആയിട്ടുള്ള മീറ്റിംഗിൽ നമുക്ക് ന്യൂ കമേഴ്സ് വരുമ്പം അവരുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുക. ലീഡേഴ്സ് എന്ത് ചെയ്യണമെന്നുള്ള ലീഡേഴ്സിൻ്റെതായ മീറ്റിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കടന്നു വന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. കാരണം അറ്റ്ലീസ്റ്റ് ഒരു കസ്റ്റമറോട് നമ്മൾ വ്യക്തമാക്കേണ്ട പരമപ്രധാനമായ ഭാഗമാണ് നമുക്ക് ഏതൊരു വ്യക്തിക്കും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം എല്ലാവർക്കും ഒന്നും സൂം മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല. കാരണം 9:30 മണിയാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിലും ആ ടൈമിൽ പോലും ചിലപ്പോൾ വീട്ടിലെത്താത്ത ആളുകൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ യഥാസമയം കാര്യങ്ങൾ ലഭ്യമാകണമെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇത്തിരി സമയം കൊണ്ട് അവർക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാൻ, അതായത് ഇ കൊമേഴ്സ് എന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമകളായി നിൽക്കുവാൻ യാതൊരു റിസ്ക്കും ഇല്ലാതെ ഒരു കമ്പനി അവസരം നൽകുമ്പോൾ ആ കമ്പനിക്കൊപ്പം നിൽക്കാൻ അവർക്ക് വേണ്ട നോളജ് നമ്മളിൽ നിന്നും പോകേണ്ടതാണ്, നമ്മളിൽ നിന്നും ലഭിക്കേണ്ടതാണ് അവർക്ക്. അതിനായി നാം ഓരോരുത്തരും നമ്മളുടെ 100 പേരെ ഉള്ളെങ്കിൽ 100 പേര്, 50 പേരെ ഉള്ളെങ്കിൽ 50 പേര് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കൃത്യതയോടെ ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ട അറിവുകൾ ലഭ്യമാകുകയും അവർ ഓരോരുത്തരും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. എത്രയായാലും കമ്പനിയുടെ സിസ്റ്റത്തിലൂടെ തുടർന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ ലഭ്യമാകുന്നത്രയും ഇൻകം ഒരു സ്ഥലത്ത് നിന്നും ലഭ്യമാകാനുള്ള അവസരമില്ല. തുടക്ക സമയം നമുക്ക് അല്പം ഇൻകം കുറവായാലും നമുക്ക് തുടർച്ചയായി, അതായത് മനുഷ്യരാശി ഉള്ള കാലത്തോളം നമ്മുടെ ഇ കൊമേഴ്സ് സിസ്റ്റത്തിലൂടെ, നമ്മുടെ പർച്ചേസിങ്ങുകളിലൂടെ നമുക്ക് നിരന്തരം വരുമാനം കിട്ടുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണ് കമ്പനിയുടെ ഇ കൊമേഴ്സ് വാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വാലറ്റിൽ എങ്ങനെ ഇൻകം സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തന്നിരിക്കുന്നത്. 1000 രൂപയുടെ നമ്മുടെ ഏണിങ്സ് ഉണ്ടെങ്കിൽ, നമുക്ക് വരുമാനമുണ്ടെങ്കിൽ അതിന്റെ 5% നമ്മൾ TDS ആയിട്ട് പോകുന്നു. 25% എന്നുള്ളത് ഇപ്പോൾ 18% മാത്രമാണ് RA വാലറ്റിലേക്ക് ഹോൾഡ് ചെയ്യുന്നത്. ആ ഹോൾഡിങ്ങിന് ശേഷം വരുന്ന ബാലൻസ് എമൗണ്ടിന്റെ 20% നമുക്ക് റീപർച്ചേസിംഗിലേക്ക് പോകും. ബാലൻസ് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകും. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു വ്യക്തി ഇ കൊമേഴ്സ് വാലറ്റിൽ വന്ന എമൗണ്ടിൽ നിന്ന്, അതായത് NFC കാർഡിൽ സ്റ്റോർ ചെയ്ത എമൗണ്ടിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്നും എടുത്ത പണമല്ലാതെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള അവസരം ലഭ്യമാകുമ്പോൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ 10% കമ്പനിക്ക് മാർജിൻ ലഭ്യമാകുന്നതെങ്കിൽ അത് 1000 രൂപയുണ്ടാകും. ഈ 1000 രൂപയുടെ 50% കമ്പനി റിസർവ് ചെയ്ത് വെക്കുന്നു. കമ്പനിയുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ലീഡേഴ്സിലേക്കും കമ്പനിയുടെ ലാഭവിഹിതമായിട്ടും അതവിടെ റിസർവ് ചെയ്യുന്നു. അതേപോലെ ഈ സിസ്റ്റത്തിലേക്ക് ഷോപ്പുകളെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകുന്ന ബിസിനസ് പ്രോഫിറ്റിന്റെ 10% പ്രതിമാസം ടൈപ്പ് മെമ്പേഴ്സിന് ലഭിക്കും. അതുപോലെ ബാലൻസ് ഉള്ള 40% എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിലേക്ക്, അതായത് പർച്ചേസ് ചെയ്ത വ്യക്തിയുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 400 രൂപ ഉണ്ടെങ്കിൽ പെർ ഹെഡിന് 25 രൂപ വെച്ച് നമുക്ക് ലഭ്യമാകും. അങ്ങനെ 16 ടയേഴ്സിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. അവിടെ നമുക്ക് 1,00,000 കസ്റ്റമേഴ്സോ 1,50,000 കസ്റ്റമേഴ്സോ, അതായത് 1,31,000 കസ്റ്റമേഴ്സ് നമ്മുടെ ഇത്രയും ടയേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ലെവൽസിൽ നിന്നും നമുക്ക് ഉണ്ടാകും. ആ വ്യക്തികളിൽ നിന്നും നമുക്ക് 25 രൂപ വെച്ച് ലഭ്യമാകുകയാണെങ്കിൽ 1,00,000 മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയാൽ 25 ലക്ഷം രൂപ നമുക്ക് കിട്ടാം. വേണ്ട അത് 50,000 ആയിക്കോട്ടെ, 12.5 ലക്ഷം രൂപ കിട്ടാം. അതും വേണ്ട, അത് 10,000 മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് 25 രൂപ വെച്ച് 10,000 മെമ്പേഴ്സിൽ നിന്നും ലഭ്യമാകും. ഇല്ല, അത് 1000 മെമ്പേഴ്സിൽ നിന്നേ ഉള്ളെങ്കിൽ 25 രൂപ വെച്ച് 1000 മെമ്പേഴ്സിൽ നിന്നും നമുക്ക് എത്ര രൂപ ലഭിക്കും? ഈ ഒരു സ്ട്രക്ചറാണ് കമ്പനി പോള്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മൾ 1000 കസ്റ്റമേഴ്സ് നമ്മുടെ ഡൗൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ ആകില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ പാർട്ട് ടൈം ബിസിനസ് ആയിട്ടോ ഫുൾ ടൈം ബിസിനസ് ആയിട്ടോ ഇതിനെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നിരന്തര പ്രയത്നത്തിൽ, ആ നിരന്തരം പ്രയത്നിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ വരുമാനം കമ്പനി നൽകുന്നുണ്ട്. ആ വരുമാനം ഉപയോഗിച്ച് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് ആ ചിലവുകളെല്ലാം സംഭവിച്ചു പോയാലും നമുക്കൊരു വലിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇ കൊമേഴ്സിലാണ്.
ഇവിടെ നമുക്ക് ഒരു പൈസ പോലും എക്സ്പെൻസ് ഇല്ലാതെ നമുക്കൊരു വലിയ അസറ്റിന്റെ സമ്പാദ്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കുന്നതാണ് കമ്പനിയുടെ ഇ കൊമേഴ്സ്. ബാക്കിയുള്ള സിസ്റ്റത്തിലൂടെ വരുന്ന കമ്പനി പറഞ്ഞ മറ്റെല്ലാ ബെനിഫിറ്റുകളും 8 തരത്തിലുള്ള ബെനിഫിറ്റുകൾ കമ്പനി പറഞ്ഞു, അതൊക്കെ നമുക്ക് ചെലവായി പൊക്കോട്ടെ. നമുക്കൊരു പൈസ പോലും അതിൽ നിന്ന് നമ്മൾ നീക്കി വെച്ചില്ല എങ്കിലും നമുക്കൊരു വളരെ വലിയ എമൗണ്ട് സമ്പാദിക്കുവാനുള്ള അവസരത്തിലേക്കാണ് കമ്പനി നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ എൻട്രി പാക്കേജ്, അതായത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി പാക്കേജാണ് 6500 രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നത്. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എന്ത് പ്രോഡക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. അതേപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പാക്കേജിലൂടെ നമ്മുടെ അതായത് നമുക്കുള്ള വെൽനസ് പ്രോഡക്റ്റുകളുണ്ട്. അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ 6500 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കും. അതിൽ നമ്മൾ ഗ്രോസറി ഐറ്റംസ് എല്ലാം നമ്മൾ നമ്മുടെ നിയറസ്റ്റ് പ്ലേസിലുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്നത്. അത് കമ്പനിയുടെ വെൻഡേഴ്സിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ദൂരപരിധിക്കനുസരിച്ച് നമുക്ക് ഗ്രോസറി ഐറ്റംസ് നമ്മൾ കൊറിയർ അയക്കുമ്പോൾ നമുക്കത് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതിലുപരി സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗ്രോസറി ഐറ്റംസ് അല്ല ബാംഗ്ലൂരിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രോസറി ഐറ്റം എപ്പോഴും നമുക്ക് അതാത് ജനങ്ങളുടെ ആവശ്യത്തെ അനുസരിച്ച് നമ്മൾ റിസർവ് ചെയ്യുന്നതിനാൽ നമ്മുടെ എൻട്രി പാക്കേജിൽ ഗ്രോസറി ഐറ്റം ഇല്ല. അതെപ്പോഴും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വെൽനസ് പ്രോഡക്റ്റുകൾ, ഡ്രസ് ഐറ്റംസ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളായിരിക്കും നമുക്ക് എപ്പോഴും എൻട്രി പാക്കേജുകളിൽ വരുന്നത്. അത് ഇഷ്ടമുള്ളത് കസ്റ്റമേഴ്സിന് എടുക്കാം. അതായത് കമ്പനി ഇന്ന പ്രോഡക്റ്റ് എടുക്കണമെന്ന് കമ്പനി പറയുന്നില്ല. പകരം കമ്പനി എൻട്രി പാക്കേജിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്, അതിൽ ഇഷ്ടമുള്ളത് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം. ഇനിയും രണ്ടാമത് നമുക്ക് ഈ 6500 എന്ന പാക്കേജിലേക്ക് വരാൻ ചിലപ്പോൾ സാമ്പത്തികമായി സാധിക്കാത്ത ആളുകൾ ഉണ്ടാവാം. ഇനി അല്ലെങ്കിൽ തന്നെ ഈ കമ്പനിയുടെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്കുള്ളതാണ് എൻട്രി പാക്കേജ് എന്ന് പറയുന്നത് 2500 രൂപയുടെ. ഈ 2500 രൂപയിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിനുള്ള അവസരവുമുണ്ട്. അത് ഓരോ ലീഡേഴ്സും കസ്റ്റമറിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുക, അവരുടെ താല്പര്യത്തെ ബേസ് കൊണ്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് 1000 രൂപയ്ക്ക് വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാം. 1000 രൂപയ്ക്ക് കടന്നു വരുമ്പോഴും ഗിഫ്റ്റ് ആയിട്ട് റീചാർജ് ലഭിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? 1050 രൂപ വരെ നമുക്ക് 1000 രൂപയ്ക്ക് ബിസിനസ്സിലേക്ക് കടന്നു വന്ന വ്യക്തിക്ക് 1050 രൂപയുടെ വരെ നമുക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലഭിക്കും. അടുത്തത് നമുക്ക് മറ്റ് മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന ഡ്യൂട്ടി. അതായത് നമുക്കൊരു അഡീഷണൽ വരുമാനത്തിനുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതിലൂടെ തന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് 2 കസ്റ്റമറെ കൂടെ ഇതേപോലെ നമ്മൾ കമ്പനി ആദ്യം പറഞ്ഞു വന്ന സിസ്റ്റം തന്നെ 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് ബെനിഫിറ്റുകൾ ജനറേറ്റ് ചെയ്ത് നമ്മുടെ ഏണിംഗ് വാലറ്റിലേക്ക് ലഭ്യമാകുമ്പോൾ, അതായത് 6500 2500 1000 വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരേപോലെയാണ് പ്ലാറ്റ്ഫോം ലഭ്യമാകുന്നത്. പക്ഷെ അവിടെ കിട്ടുന്ന സർവീസുകൾക്ക് മാത്രം എമൗണ്ടിന് അനുസരിച്ച് വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഈ 1000 രൂപയ്ക്ക് കടന്നു വന്ന ആളിനും എന്തവസരമുണ്ട്? 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കരസ്ഥമാക്കുന്നതിനും അതിലൂടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും അവകാശമുണ്ട്. പക്ഷെങ്കിൽ 1500 രൂപ കൂടെ 1000 രൂപയ്ക്ക് വന്ന വ്യക്തി 1500 രൂപയുടെ പ്രൊഡക്റ്റുകളൂടെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ, അടുത്ത പ്രൊഡക്റ്റുകളൂടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ്, അതായത് 2500 എന്ന ബേസിക് എൻട്രി ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് കമ്പനി എന്ത് നൽകുന്നത്? പേ ഔട്ട് അല്ലെങ്കിൽ കമ്മീഷൻ നമുക്ക് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള പെർമിഷൻ നൽകുന്നത്. നമ്മൾ എപ്പോഴും 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഇൻകം ജനറേറ്റ് ചെയ്തുള്ളൂ. ആ ഇൻകം ജനറേറ്റ് ചെയ്താൽ നമുക്ക് ലഭ്യമാകണമെങ്കിൽ എന്ത് വേണം? 1500 രൂപയുടെ കൂടെ പ്രൊഡക്റ്റുകൾ വേണം. അതായത് 2500 എന്ന ഫസ്റ്റ് എൻട്രി പാക്കേജ്, സ്റ്റാർട്ടർ പാക്കേജിന്റെ എമൗണ്ട് ഫുൾഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻകം റിലീസ് ചെയ്യാൻ സാധ്യമാകുകയുള്ളൂ. ഇത് നമ്മൾ കമ്പനി തുടക്കകാലം തൊട്ടേ പറയുന്നുണ്ട്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നതിന്റെ പ്രോഫിറ്റ് മാത്രമേ ഓരോ കസ്റ്റമേഴ്സിനും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ 17,500 രൂപയുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ലാഭത്തിൽ നിന്നാണ് നമുക്ക് കമ്മീഷൻ അഡ്വാൻസ് ആയിട്ട് കമ്പനി തന്നിരുന്നതെങ്കിൽ ഇന്ന് കമ്പനി പറയുന്നത് ആ 17,500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങണ്ട,
ഓരോ കസ്റ്റമേഴ്സിന് ഏറ്റവും വേഗത്തിൽ തന്നെ നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള സംവിധാനം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2500 എന്ന പാക്കേജ് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. അതായത് 1500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് 17,500 പർച്ചേസിങ്ങിനെ ഒഴിവാക്കുകയാണ് കമ്പനി ചെയ്തത്. കസ്റ്റമേഴ്സിനും കമ്പനിക്കും ഒരേപോലെ റിസ്ക് ഫ്രീയിലേക്ക് കടന്നു വരുന്ന ഒരു സംവിധാനത്തിലാണ്. കമ്പനിക്ക് മറിച്ച് നഷ്ടമാണ് സത്യത്തിൽ. 17,500 പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്കൊരു ആവറേജ് 5,000 to 6,000 ഇടയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷെ കമ്പനി അത് അവോയ്ഡ് ചെയ്തുകൊണ്ട്, കാരണം ഈ ഒരു സിസ്റ്റം ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി 2,500 എന്ന ആ എമൗണ്ട്, അതായത് സ്റ്റാർട്ടർ പാക്കേജിന്റെ അക്കൗണ്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഇവിടെ വെച്ച് നമ്മുടെ ഈ സിസ്റ്റത്തെ സെറ്റ് ചെയ്ത് പോകുന്നത്. 1,500 രൂപയുടെ പ്രൊഡക്റ്റ് കൂടെ വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം ക്ലോസ് ചെയ്ത് 2,500 നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റുകളും കമ്പനി എത്ര പറഞ്ഞിരിക്കുന്നോ അതിന്റെ മാക്സിമം ബെനിഫിറ്റുകൾ ഏൺ ചെയ്യാൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിരന്തരം പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിലൂടെ നമുക്കൊരു വലിയ അസറ്റ്, ഫ്യൂച്ചറിലേക്കുള്ള ഒരു വലിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും കമ്പനി ഓരോരുത്തർക്കും അവസരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു വന്നപ്പോൾ കമ്പനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കീ പോയിന്റ്സ് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വിഷണറി മാനേജ്മെന്റ്, ഗ്രോസറി ലൈഫ് ലോങ് ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് 1,000 റുപ്പീസ്, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് മൊബൈൽ റീചാർജിങ് ആണ്. അതേപോലെ തന്നെ RA വാലറ്റിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുമാനം ലഭിക്കുക, റീബർത്ത് എന്ന പ്രോസസ്സിലൂടെ ലൈഫ് ലോങ് റീചാർജ് കിട്ടാനുള്ള അവസരം, അതേപോലെ തന്നെ ഇ-കൊമേഴ്സ് എന്ന സിസ്റ്റത്തിലൂടെ ലൈഫ് ലോങ് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കുക. അതായത് നമുക്ക് വരുമാനം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം കമ്പനി തന്നിരിക്കുന്നത്. ആ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് എങ്ങനെ സാധിച്ചെടുക്കാം? പർച്ചേസ് നിയർ ആൻഡ് എന്ന സിസ്റ്റത്തിലൂടെ, അതായത് ഏറ്റവും അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാം. അതായത് കമ്പനിയുടെ വെൻഡേഴ്സിൽ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങിക്കൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുന്നതിനുള്ള, അതല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ബെനിഫിറ്റുകൾ ഏൺ ചെയ്യുന്നതിന്, ആ വെൻഡേഴ്സിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോഴും നമുക്ക് കമ്മീഷൻ ജനറേറ്റ് ചെയ്യുന്ന സംവിധാനത്തിലേക്കാണ് ഓരോ കസ്റ്റമേഴ്സിനെയും കമ്പനി ഇൻവൈറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകുന്നതിന് കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ്.